ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DPOL ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. 11-കാരന്റെ ധീരതയും കരുതലും കുഞ്ഞി കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ചു. പുന്നപ്പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയായിരുന്ന 8 വയസ്സുകാരന്റെ ജീവൻ കോരിയെടുത്ത് 11-കാരൻ. വഴിക്കടവ് മുണ്ട ഗ്രീൻലാൻഡ് പുല്ലേങ്ങൽ ഷംസുദ്ദീന്റെ മകൻ അമൽഷാനാണ് തന്റെ കളിക്കൂട്ടുകാരൻ ഷെബിൻ ഷാനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. കാറ്റും മഴയും കാരണം പ്രദേശത്ത് 2 ദിവസമായി കറന്റില്ലായിരുന്നു. പൈപ്പിൽ വെള്ളമില്ലാത്തതിനാൽ വല്യുപ്പയുടെയും വല്യുമ്മയുടെയും മറ്റു ബന്ധുക്കളോടൊപ്പമാണ് ഇരുവരും മറ്റു കൂട്ടുകാരുമൊപ്പം കുളിക്കാനും തുണികൾ കഴുകാനുമായി പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിലെത്തിയത്. അതിലെന്ത് ഞാന് എന്തായാലും ആ പാറം കൂടെ വലിഞ്ഞ് കയറിയാണ്ട് അപ്പുറത്തേക്ക് എത്തി. അതിൽ കാടിൻ്റെ ഇവിടെ മുള്ള്. അതിൽ ഞാൻ ഒരു വള്ളി ഉണ്ടായിരുന്നു, അതിമ പിടിച്ച് തൂങ്ങിയാണ്ട് ആ കാടിൻ്റെ സെൻറ്റർക്ക് എത്തി. അതിൽ ഇവിടെ നിറച്ച് മുളകളും കാര്യങ്ങളും ഓൻ മുങ്ങിത്തവണ കണ്ടാണ്ട് ഞാൻ ഇച്ച് പേടിയായി. ഞാൻ വേഗം മണ്ടി. അതിലോൻ കുറച്ച് എൻ്റെ അടുത്തേക്ക് എത്തി. അതിൽ ഞാൻ പോയേക്ക് ഇറങ്ങി, വള്ളിമ തൂങ്ങിയാണ്ട് ഇറങ്ങി. അതിൽ ഇപ്പം എൻ്റെ കുറച്ച് ഇതിൽ അങ്ങോട്ട് ഓൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എൻ്റെ ബാക്കിൽ പോയപ്പം ഓനിങ്ങനെ താന്നിങ്ങനെ പോയത്. അതിലോൻ്റെ മുടിമ പിടിച്ചാണ്ട് ഞാൻ കരക്കൊക്കെ കയറ്റി. അതിൽ ഇവനക്ക് ശ്വാസമൊന്നും കിട്ടണില്ലേ. അതിൽ ഞാൻ അവൻ്റെ വായിലൂടെ ഒന്ന് ഊതി. അതിലപ്പോൾ എനിക്കൊരു സൗണ്ട് വന്നു. അപ്പം ഇവനെ ഞാൻ പള്ളൊന്ന് പ്രസ് ചെയ്തു. അതിൽ ഇവന് നല്ലോണം ഛർദ്ദിച്ചിരുന്നു. അതിൽ പള്ളയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ആൻറ്റി വന്നാണ്ട് വായക്ക് കൈയിട്ടാണ്ട് ഒന്നുകൂടി ഛർദ്ദിപ്പിച്ചാണ്ട് ശരിയാക്കി. പിന്നെ ഒരു കാക്ക വന്നാണ്ട് ഇച്ചവനെ കിച്ചാൻ വെക്കണതേനി. ഓനെ കുഴഞ്ഞോണ്ട് അതിൽ അവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു, ചെറിയപ്പാക്കാരൻ. ആ ചെറിയപ്പാക്ക എന്നാണ്ട് ഞങ്ങളെ കരക്കൊക്കെ എത്തിച്ചെന്നു. എന്നിട്ട് ഞങ്ങൾ ഇവൻ്റെ പച്ചിക്കൊക്കെ വിളിച്ച് പറഞ്ഞാണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പുഴയിൽ നീന്തി കുളിക്കുന്നതിനിടെ ഒഴുക്കിലൂടെ ഷെബിൻ ഷാൻ കയത്തിൽ അകപ്പെട്ടു. ജലസേചനത്തിനായുള്ള പമ്പ് ഹൌസ് സ്ഥാപിച്ച ഇവിടെ 2 ആൾക്ക് താഴ്ചയിൽ വെള്ളമുണ്ട്. ഈ സമയം പമ്പ് ഹൌസിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന സമയമായതിനാൽ വലിയ ചുഴി കയത്തിലുണ്ടായിരുന്നു. ഷെബിൻ ഷാൻ മുങ്ങിത്താഴുന്നത് കണ്ട് അമൽഷാന്റെ വല്യൂപ്പ അബൂബക്കർ പുഴയിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ അബൂബക്കർ ചുഴിയിലകപ്പെട്ട് കുഴയുന്നത് കണ്ടതോടെ അമൽഷാൻ പുഴയോരത്തിലെ മുളങ്കാടുകൾക്കിടയിലൂടെ താഴേക്കോടി പുഴയിലേക്ക് എടുത്തുചാടി. അപ്പോഴേക്കും കൂട്ടുകാരൻ കുഴഞ്ഞ് മൃതപ്രായ ായിരുന്നു. ചുഴിയുടെ കാണാക്കായങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന കൂട്ടുകാരനെ കൈവിടാൻ അമൽഷാൻ തയ്യാറായിരുന്നില്ല. ധീരത കൈവിടാതെ കുഞ്ഞി കൂട്ടുകാരനെ വാരിയെടുത്ത് ഊളിയിട്ട് അതിസാഹസികമായി കരയിലെത്തിച്ചു. അപ്പോഴേക്കും ഷെബിൻ ഷാന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. സമയം ഒട്ടും കളയാതെ കൂട്ടുകാരന് CPR കൊടുത്ത് ബോധം വീണ്ടെടുത്ത് ഈ സമയം പുഴവക്കത്ത് കാലികളെ മേച്ചുകൊണ്ടിരുന്ന ചെറിയാപ്പുകാക്കയും ഓടിയെത്തി. എല്ലാവരും ചേർന്ന് ഷെബിൻ ഷാനെയും കൂട്ടുകാരനെ രക്ഷപ്പെടുത്താനുള്ള മുളങ്കൂട്ടത്തിനിടയിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ ശരീരമാകെ മുറിവുകൾ പറ്റിയ അമൽഷാനെയും ആശുപത്രിയിലെത്തിച്ചു. ഇരുവരും സുഖം പ്രാപിച്ച് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. അപകട സമയത്ത് CPR എങ്ങനെ കൊടുക്കാമെന്ന 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് തുണയായതെന്ന് അമൽഷാൻ പറഞ്ഞു. വഴിക്കടവ് മുണ്ട MOUP സ്കൂൾ 6ാം ക്ലാസ്സിൽ നിന്നും ഇത്തവണ 7ലേക്ക് ജയിച്ച വിദ്യാർത്ഥിയാണ് ധീരതയുടെ പര്യായമായ അമൽഷാൻ. അരിമ്പ്രത്തൊടിക സുനീർ ബാബുവിന്റെ മകനാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷെബിൻ ഷാൻ. മുണ്ട ഗൈഡൻസ് സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിൽ കയത്തിൽ ഇതിനകം 6 പേർ മുങ്ങി മരിച്ചതായി നാട്ടുകാർ പറയുന്നു. കാണാക്കായങ്ങളുള്ള ഈ കടവിൽ നിന്നാണ് മരണത്തിന്റെ കരങ്ങളിൽ നിന്നും കുഞ്ഞിക്കൂട്ടുകാരന് അമൽഷാൻ ജീവിതം തിരിച്ചു നൽകിയത്. അമൽഷാന്റെ ധീരത നാടാകെ വാഴ്ത്തുപാട്ടായിരിക്കുകയാണ്. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ ഈ കൊച്ചുമിടുക്കനെ അനുമോദിക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും നാട്ടുകാരും. N4 ന്യൂസ്, വഴിക്കടവ്. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക.
കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കൂ. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിലെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.